കാറ്റും കോളുമടങ്ങിയ കായലും കടലും പോലെ കൊച്ചിയിലെ സഭയും ശാന്തമായിരിക്കുന്നു. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കൂദാശയായി പരിശുദ്ധ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പുനരർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലെ ജൂലൈ 3 സുറിയാനി കത്തോലിക്കർക്ക് പരമപ്രധാനമായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ദിനത്തിൽ തന്നെ 8 വർഷമായി നീണ്ടുനിന്ന സംഘർഷത്തിനും പിളർപ്പിന് തന്നെ കാരണമായേക്കാമായിരുന്ന അഭിപ്രായ ഭിന്നതകൾക്കും പര്യവസാനമായി. ഈ അനുരഞ്ജനം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കോ കേരളത്തിലെ മുഴുവൻ സീറോ മലബാർ സഭാ അംഗങ്ങൾക്കോ മാത്രമല്ല, മറ്റു സമുദായങ്ങൾക്ക് കൂടി ആശ്വാസവും സന്തോഷവും പകർന്നിരിക്കുന്നു. കാരണം മറ്റിടങ്ങളിലെ സഭ പോലല്ല എറണാകുളത്തെ സീറോ മലബാർ സഭ. അത്രയേറെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഭയാണിത്. എല്ലാ മതസ്ഥരും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയും തൊട്ടനുഭവിക്കുന്ന സഭയാണ്. ആ സഭ ഉലഞ്ഞത് എല്ലാവരുടെയും ഉള്ളുലച്ചിരുന്നു. പരസ്പരം പോരടിച്ചു നിന്നവർ ഇന്ന് ദൈവത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. ദൈവനിയോഗം ഹൃദയത്തിലേറ്റിയ 2 അഭിവന്യ പിതാക്കന്മാർ, മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മെത്രാപ്പൊലിത്തൻ വികാരി മാർ ജോസഫ് പാംബ്ലാനിയും ഈ ദൗത്യത്തെ വിജയകരവും ആഹ്ലാദകരവുമായ ലക്ഷ്യത്തിലാണ് എത്തിച്ചത്. ഒന്നും എളുപ്പമായിരുന്നില്ല ഇരുവർക്കും. സ്ഥാപിത താല്പര്യക്കാരുടെ എത്രയോ കടുത്ത അപമാനങ്ങളെയും ആക്ഷേപങ്ങളെയും വ്യക്തിഹത്യകളെയും നേരിട്ടാണ് ഇരുവരും ഈ സമാധാനത്തിലേക്ക് അതിരൂപതയെ നയിച്ചത്. സിനഡ് പിതാക്കന്മാരും സ്ഥിരം സിനഡ് അംഗങ്ങളും ഏക മനസ്സായി പ്രയത്നിച്ചതിന്റെ ഫലം കൂടിയാണ് സഭയിലെ ഈ ശാന്തിയും സമാധാനവും. എല്ലാവരും ഒപ്പമുണ്ടായത് ഇരു പിതാക്കന്മാർക്കും കരുത്തായി. പ്രശ്നപരിഹാരത്തിന്റെ അന്തിമഘട്ടത്തിൽ മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ എറണാകുളം അതിരൂപത ആസ്ഥാനത്ത് ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധം സകല സീമകളും ലംഘിച്ചപ്പോൾ സീറോ മലബാർ സഭാ നേതൃത്വത്തിന് വേണ്ടി ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്ത തന്നെ മുന്നോട്ട് വന്നതും ശ്രദ്ധേയമായിരുന്നു. 8 വർഷം നീണ്ടുനിന്ന പ്രശ്നങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരിഹരിക്കുക ഒരിക്കലും എളുപ്പമായിരുന്നില്ല. വാദിക്കാനും തർക്കിക്കാനും ശത്രുത നിലനിർത്താനും ഇരുപക്ഷത്തിന്റെയും കയ്യിൽ ആയുധങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. ഇരുപക്ഷവും പ്രശ്നങ്ങളുടെ ആദ്യഘട്ടത്തിൽ ഉയർത്തിയ അടിസ്ഥാന വിഷയങ്ങളിൽ നിന്ന് ഏറെ അകലെയുള്ള പുതിയ പുതിയ വിഷയങ്ങൾ. അവിടെ മടുപ്പില്ലാതെ പ്രകോപനങ്ങളില്ലാതെ തുറവിയിൽ എല്ലാവരെയും നിരന്തരം കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞ കുറെ മാസങ്ങളായി മെത്രാപ്പൊലിത്തൻ വികാരി മാർ ജോസഫ് പാംബ്ലാനി. കുറ്റപ്പെടുത്തലുകളില്ലാതെ പൊറുക്കേണ്ടത് പൊറുത്തും വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചും ദുഷ്ടലക്ഷ്യങ്ങളുമായി എത്തിയവരെ അകറ്റി നിർത്തിയും കൊച്ചിയിൽ സമാധാനത്തിന്റെ നൗക പണിതു പിതാവ്. കോടതി വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ട 78 പള്ളികളിലെ വൈദികർ പോലും മറ്റെല്ലാം മറന്ന് സിനഡ് കുർബാന അർപ്പിച്ചത് അതിരൂപതയിൽ രൂപപ്പെട്ട പുതിയ ഐക്യത്തിന്റെ ജീവിക്കുന്ന തെളിവായി. സഭാ നടപടികൾക്ക് വിധേയരായിരുന്ന വൈദികരെല്ലാം അത് അംഗീകരിക്കുകയും തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറുകയും ചെയ്തു. പുതിയ കൂരിയ അംഗങ്ങളായി ഇരു കൂട്ടർക്കും സ്വീകാര്യരായവർ ചുമതലയേറ്റു. മെത്രാൻമാർക്ക് പള്ളികളിൽ ഏകീകൃത രീതിയിൽ കുർബാന ചൊല്ലാം. എല്ലാവരും സർക്കുലർ ഉൾക്കൊണ്ടു, അതനുസരിച്ചു. സഭയിൽ സമാധാനവും ശാന്തിയും തിരികെയെത്തി. സഭയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂരിയയുടെ ഉത്തരവാദിത്തമേറ്റ വൈദികരും മികച്ച ഉത്തരവാദിത്തങ്ങളിലേക്ക് സമാധാനപൂർവ്വം പുനർവിന്യസിക്കപ്പെട്ടു. എങ്ങും സ്നേഹത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ക്രൈസ്തവ ചൈതന്യം. എല്ലാ കുർബാനയും ക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ളതും എല്ലാവരുടേതുമാകുന്ന നല്ല നാളുകൾ. മാർ ആലഞ്ചേരിയുടെ സ്ഥലമിടപാടിൽ തുടങ്ങി കുർബാന തർക്കത്തിലും കൂരിയ മാറ്റത്തിലും എത്തി കൊടുമ്പിരി കൊണ്ടിരുന്ന തർക്ക സമയത്ത് തന്നെ നിലപാട് വ്യക്തമാക്കിയ മാധ്യമമായിരുന്നു ഞങ്ങൾ. അച്ചടക്കമില്ലാതെ അഴിഞ്ഞുപോകുന്ന അൽമായരും അജപാലകരും ഒരുപോലെ സഭയ്ക്കും അവരവർക്ക് തന്നെയും ബാധ്യതയാകുമെന്ന് മുന്നറിയിപ്പ് നൽകാനാണ് ഞങ്ങൾ നിരന്തരം ശ്രമിച്ചത്. കാരണം ഈ സഭയെ നല്ല രീതിയിൽ എറണാകുളത്തിന് ആവശ്യമുണ്ടായിരുന്നു. അത്രയേറെ സംഭാവനകൾ ഈ നാടിന്റെ പൊതുമണ്ഡലത്തിൽ ഈ സഭ നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസമായും തൊഴിലായും ആതുര ശുശ്രൂഷയായും സാമൂഹിക ഇടപെടലുകളായും സന്നദ്ധ പ്രവർത്തനമായും ഒക്കെ. പാവപ്പെട്ടവന് കുറഞ്ഞ ചെലവിൽ വിദഗ്ധ ചികിത്സ ലഭിക്കാൻ ലിസി ആശുപത്രി ഇവിടെ വേണമായിരുന്നു. പാവപ്പെട്ടവന്റെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ ഭാരതമാതാ കോളേജ് ഇവിടെ ഇനിയും വേണം. 300-ലധികം പള്ളികളിലും പള്ളിക്കൂടങ്ങളിലും സംഘർഷം അവസാനിക്കണം. സഭാ അംഗങ്ങളായി എന്നതിന്റെ പേരിൽ വിശ്വാസികളുടെ സമാധാനം നഷ്ടപ്പെടരുത്. അതേസമയം തർക്കങ്ങളെ ആയുധമാക്കി സഭയെ കൊള്ളയടിക്കാനും ആരെയും അനുവദിക്കരുത്. ഇതെല്ലാം ഞങ്ങളുടെ മുൻഗണനാ വിഷയങ്ങളായിരുന്നു. സമാധാനത്തിന്റെ നാൾവഴികൾ തുടരട്ടെ. മനുഷ്യ സ്നേഹത്തിന്റെയും സമർപ്പിത പ്രവർത്തനങ്ങളുടെയും നല്ല നാളുകളിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപത തിരികെ നടക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനാശംസകൾ.